നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരൊറ്റ ഞൊടിയിടയിൽ എല്ലാം തീർന്നു. യുറേനിയം സൂക്ഷിച്ച കേന്ദ്രം തീഗോളമായി. ഇറാനിലെ വൻ ആയുധ ശേഖരപ്പുരയ്ക്ക് നേരെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ച് അമേരിക്ക. ആകാശത്ത് 10,000 അടി ഉയരത്തിൽ തീയും പുകയും. അസാധാരണമായ ഭീകരാന്തരീക്ഷം. ഇറാൻ സംഘർഷത്തിന്റെ തുടക്കം മുതൽ ഇറാനെ വിരട്ടിയ അമേരിക്കയുടെ ബ്രഹ്മാസ്ത്രം അങ്ങ് പാതാളത്തിൽ വരെ ചെന്ന് ശത്രുവിന്റെ പടക്കോപ്പുകളെ നിഷ്പ്രഭം തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുന്ന അതിമാരകമായ ആയുധം. എന്താണ് ട്രംപ് ഇറാനിലെ വൻ ആയുധ ശേഖരപ്പുരയ്ക്ക് നേരെ പ്രയോഗിച്ച ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്നറിയാം. ലോകം ഇപ്പോൾ ചെന്ന് എത്തി നിൽക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പടിവാതിൽക്കൽ തന്നെ. വെറും 2 ആഴ്ച കൊണ്ട് തീരുമെന്ന് പ്രഖ്യാപിച്ച ആക്രമണം ഇപ്പോൾ 2 മാസത്തിലേക്ക് കടന്ന് യുദ്ധമായി മാറിയിരിക്കുന്നു. ലോകം 2ഉം 3ഉം ചേരികളിലായി മാറിക്കഴിഞ്ഞു. തിങ്കളാഴ്ച രാത്രിയോടെയാണ് ഡൊണാൾഡ് ട്രംപ് യാതൊരുവിധ മുന്നറിയിപ്പുകളോ അടിക്കുറിപ്പുകളോ കൂടാതെ ഭീകരമായ ഒരു സ്ഫോടനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച പുലർച്ചെയോടെ ഇസ്ഫഹാനിലെ ആയുധപ്പുര ലക്ഷ്യമാക്കി അമേരിക്ക ആക്രമണം നടത്തിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. ഇറാനിലെ ഇസ്ഫഹാനിലെ ആയുധ കേന്ദ്രത്തിൽ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചെന്നാണ് വാർത്തകൾ. ഇതിന്റെ വീഡിയോ ട്രംപ് പുറത്തുവിട്ടു. വീഡിയോയ്ക്കൊപ്പം കുറിപ്പുകൾ ഒന്നുമില്ല. ഇറാനിലെ ഇസ്ഫഹാനിലാണ് ആക്രമണം നടന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബദർ സൈനിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. 2000 പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇസ്ഫഹാനിലെ ആയുധശാലയിൽ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയതെന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ 5000 പൗണ്ട് ഭാരമുള്ള GBU-72 ബോംബുകളാണ് US ഉപയോഗിച്ചത്. വാണിജ്യ കപ്പലുകൾക്കും ഓയിൽ ടാങ്കറുകൾക്കും ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ ആന്റി ഷിപ്പ് ക്രൂയിസ് മിസൈൽ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ നീക്കം. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യുറേനിയം സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രം കൂടിയാണ് ഇസ്ഫഹാൻ എന്നാണ് US വിലയിരുത്തൽ. കഴിഞ്ഞ വർഷവും US ഇസ്ഫഹാനെ തന്നെയാണ് ലക്ഷ്യമിട്ടത്. പൊട്ടുമുൻപ് കോൺക്രീറ്റോ പാറയോ തുറന്ന് അകത്ത് കയറാൻ കഴിയുന്ന ബോംബിനെയാണ് ബങ്കർ ബസ്റ്റർ എന്ന് പൊതുവെ വിളിക്കുന്നത്. വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ സംഭരിച്ചിരിക്കുന്നതിനാൽ ബോംബിന് വലിപ്പവും കൂടും. 900 കിലോയാണ് ഇറാനിൽ ഉപയോഗിച്ച ബോംബിന്റെ ശരാശരി ഭാരം. അതിൽ കൂടുതൽ ഭാരമുള്ള ബോംബുകളുമുണ്ട്. 200 അടി ആഴത്തിൽ തുരക്കാൻ ബോംബിന് കഴിവുണ്ട്. ഭൂമിക്കടിയിലെ ശത്രു കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിടുന്നത്. ബോംബ് വിമാനത്തിൽ നിന്ന് വർഷിച്ചാൽ അത് ലക്ഷ്യം കണ്ടെത്തി കുത്തനെ പതിക്കും. ഓൺബോർഡ് കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുന്ന ലക്ഷ്യസ്ഥാനം സ്വയം കണ്ടെത്തും. കട്ടിയുള്ള ഉരുക്ക് ചട്ടക്കൂടിനുള്ളിലാണ് സ്ഫോടക വസ്തുക്കൾ. ആകെ ഭാരത്തിന്റെ 20% മാത്രമാണ് സ്ഫോടക വസ്തുക്കൾ. ബാക്കി ആ ബോംബിന്റെ ഉരുക്ക് ചട്ടക്കൂടിന്റെ ഭാരം തന്നെ. വലിയ ഭാരമുള്ളതിനാൽ ഉയരത്തിൽ നിന്ന് വീഴുമ്പോൾ തന്നെ വീഴുന്നിടം കുഴിയാകും. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം 907 കിലോഗ്രാം, അതായത് 2000 പൗണ്ട് ഭാരമുള്ള അതിശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇറാനിൽ വർഷിച്ചിരിക്കുന്നത്. ഭൂമിക്കടിയിലെ കിലോമീറ്ററുകളോളം ആഴത്തിലുള്ള കോൺക്രീറ്റ് പാളികൾ തകർത്ത് ഉള്ളിലേക്ക് കയറി സ്ഫോടനം നടത്താൻ ശേഷിയുള്ളവയാണ് ഈ ബോംബുകൾ. ഇറാന്റെ ഭൂഗർഭ സൈനിക സമുച്ചയങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്രയും മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചതെന്ന് കരുതപ്പെടുന്നു. സാധാരണ ബോംബുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുകയും സ്ഫോടനത്തിലൂടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ മണ്ണിലും കോൺക്രീറ്റിലും ആഴ്ന്നിറങ്ങി നിശ്ചിത ആഴത്തിലെത്തിയ ശേഷം മാത്രം പൊട്ടിത്തെറിക്കുന്നവയാണ് ബങ്കർ ബസ്റ്ററുകൾ. പ്രത്യേക നിർമ്മാണമാണ് ഇതിനുള്ളത്. കഠിനമായ സ്റ്റീൽ കൊണ്ടാണ് ഇവയുടെ പുറംഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വലിയ കോൺക്രീറ്റ് പാളികളെ തുരന്ന് ഉള്ളിലേക്ക് കടക്കാൻ ബോംബിനെ സഹായിക്കുന്നു. സ്മാർട്ട് ഫ്യൂസ് ആണ് മറ്റൊരു പ്രത്യേകത. ഈ ബോംബുകളിൽ അത്യാധുനിക സെൻസറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന്റെ എത്ര നിലകൾ പിന്നിട്ടു എന്നോ എത്ര ആഴത്തിലെത്തിയെന്നോ കൃത്യമായി മനസ്സിലാക്കി സ്ഫോടനം നടത്താൻ ഇതിന് സാധിക്കും. ലക്ഷ്യങ്ങൾ ഭൂമിക്കടിയിൽ നിർമ്മിച്ചിട്ടുള്ള സൈനിക കമാൻഡ് സെന്ററുകൾ, മിസൈൽ സൈലോകൾ, ആണവ നിലയങ്ങൾ എന്നിവ തകർക്കാനാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇറാനിലെ ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ US ഉപയോഗിച്ചത് ബങ്കർ ബസ്റ്റർ ബോംബുകളാണ്. ഇറാന്റെ ഭീമൻ ആണവ കേന്ദ്രമായ ഫോർദോ ഉൾപ്പെടെ തകർക്കാൻ കഴിവുള്ളത് ഈ ബങ്കർ ബസ്റ്റർ GBU-57 MOP ബോംബുകൾക്ക് മാത്രം. എത്ര ശക്തമായ ആഴത്തിലുള്ള ഭൂഗർഭ കേന്ദ്രങ്ങളെയും ഇതിന് തകർക്കാൻ കഴിയും. 200 അടി വരെ ആഴത്തിൽ തുളച്ചു ചെന്ന് ലക്ഷ്യം കാണും. USന്റെ കൈവശം മാത്രമാണ് ബങ്കർ ബസ്റ്റർ ബോംബായ GBU-57 MOPയിൽ ഉള്ളത്. 13,600 കിലോ ഭാരമുള്ള ഈ ബോംബിന് എത്ര ശക്തമായ പ്രതിരോധത്തെയും തച്ചുടയ്ക്കാൻ സാധിക്കും. 20 അടി നീളമുള്ള ഈ ബോംബ് B-2 വിമാനത്തിൽ മാത്രമേ പ്രയോഗിക്കാനാകൂ. മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ എന്നറിയപ്പെടുന്ന 2 ബോംബുകളാണ് B-2വിന് വഹിക്കാനാവുക. ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ മുൻപ് ഉപയോഗിച്ചിരുന്ന 30,000 പൗണ്ട് ഭാരമുള്ള GBU-57 ബോംബുകളേക്കാൾ ചെറുതാണെങ്കിലും
GBU-72 അതീവ പ്രഹരശേഷിയുള്ളതാണ്. ഏകദേശം 2,88,000 US$, അതായത് ഏകദേശം 2.4 കോടി രൂപയാണ് ഒരു ബോംബിന്റെ നിർമ്മാണ ചെലവ്. B-2 ബോംബർ വിമാനങ്ങൾക്ക് പുറമെ യുദ്ധവിമാനങ്ങളിലും ഇത് ഘടിപ്പിക്കാമെന്നത് ഇതിന്റെ പ്രവർത്തന പരിധി വർദ്ധിപ്പിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലം മുതൽ ഇത്തരം ബോംബുകൾ നിലവിലുണ്ടെങ്കിലും അഫ്ഗാനിസ്ഥാനിലെയും ഇറാഖിലെയും മലനിരകളിലെ ഗുഹകളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളെ നേരിടാനാണ് അമേരിക്ക ഇവ കൂടുതൽ പരിഷ്കരിച്ചത്. നിലവിൽ ഇറാന്റെ തീരപ്രദേശങ്ങളിലെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്ന മിസൈലുകളെ നശിപ്പിക്കാൻ ഈ ആയുധം അത്യന്താപേക്ഷിതമാണെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഈ ആക്രമണം അമേരിക്ക ഏകപക്ഷീയമായി നടത്തിയതല്ലെന്നും ഇതിന് പിന്നിൽ ഇസ്രയേലിന്റെ സജീവമായ പങ്കാളിത്തമുണ്ടെന്നുമാണ് നിലവിലെ പ്രാഥമിക വിലയിരുത്തൽ. മേഖലയിൽ ഇറാന്റെ ആണവ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുള്ള രാജ്യമാണ് ഇസ്രയേൽ. ഇറാന്റെ ബദർ സൈന്യത്തിന്റെ നിർണായകമായ വ്യോമസേനാ താവളം ഇസ്ഫഹാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ താവളത്തെയും അനുബന്ധ ആയുധ ശേഖരത്തെയുമാണ് അമേരിക്കയും ഇസ്രയേലും ലക്ഷ്യമിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 2.3 ദശലക്ഷം ജനങ്ങൾ അധിവസിക്കുന്ന ഇസ്ഫഹാൻ ഇറാന്റെ മൂന്നാമത്തെ വലിയ നഗരമാണ്. എന്നാൽ ജനസാന്ദ്രതയേക്കാൾ ഉപരിയായി ഈ നഗരത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യമാണ് സൈനിക നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണം. ഇസ്ഫഹാനിലെ ഭൂഗർഭ അറകളിൽ ഏകദേശം 540 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിച്ചിട്ടുള്ളതായി അടുത്തിടെ അന്താരാഷ്ട്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആണവായുധ നിർമ്മാണത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ സംശയത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു ഈ വിവരങ്ങൾ. ഇറാന്റെ ദീർഘദൂര മിസൈലുകളുടെയും ഡ്രോണുകളുടെയും പ്രധാന നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്ന് ഇസ്ഫഹാനിലാണ്. ഇറാന്റെ വിപ്ലവ ഗാർഡുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യോമസേനയുടെ പ്രധാന കേന്ദ്രം ഇവിടെയുള്ളത് ആക്രമണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. ഈ ആക്രമണം നടന്ന സമയവും നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചയാകുന്നുണ്ട്. പാകിസ്ഥാൻ, ഈജിപ്ത്, സൗദി അറേബ്യ, ടർക്കി എന്നീ രാജ്യങ്ങൾ മേഖലയിലെ സമാധാനത്തിനും നയതന്ത്ര ബന്ധങ്ങൾക്കുമായി നിർണായകമായ കൂടിക്കാഴ്ചകൾക്ക് തയ്യാറെടുക്കുന്ന ഘട്ടത്തിലാണ് അമേരിക്കയുടെ ഏകപക്ഷീയമായ ഈ സൈനിക നീക്കം. സമാധാന ചർച്ചകളെ അപ്രസക്തമാക്കിക്കൊണ്ട് മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമമാണിതെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. നിലവിലെ ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിനു മുൻപേ ട്രംപ് വീഡിയോ പുറത്തുവിട്ടത് രാഷ്ട്രീയമായ പ്രാധാന്യവും അർഹിക്കുന്നു. ബൈഡൻ ഭരണകൂടത്തിന്റെ വിദേശ നയങ്ങളെയും സൈനിക ഇടപെടലുകളെയും കുറിച്ചുള്ള സൂചനകൾ നൽകാനാണോ അതോ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തന്റെ നിലപാട് വ്യക്തമാക്കാനാണോ ട്രംപ് ഇത് ചെയ്തതെന്ന കാര്യത്തിൽ അത്ര വ്യക്തതയില്ല. എങ്കിലും ട്രംപിന്റെ വീഡിയോ സ്ഫോടനത്തിന്റെ തീവ്രത ലോകത്തിനു മുന്നിൽ എത്തിക്കുന്നത് തന്നെയായിരുന്നു. ഈ ആക്രമണം പശ്ചിമേഷ്യയെ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ ലോകം. ഇറാന്റെ ഭാഗത്തുനിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ഉണ്ടായാൽ അത് ആഗോള വിപണിയിലെ എണ്ണവിലയെയും വ്യാപാര ബന്ധങ്ങളെയും സാരമായി ബാധിക്കും. ഔദ്യോഗികമായ നാശനഷ്ടങ്ങൾ ഇറാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും തിരിച്ചടി നൽകാൻ തങ്ങൾ സജ്ജമാണെന്ന സൂചനകൾ ടെഹ്റാൻ നൽകിക്കഴിഞ്ഞു. ഇറാന്റെ സഖ്യകക്ഷിയായ റഷ്യ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും വളരെ നിർണായകമാണ്. ചുരുക്കത്തിൽ ഇസ്ഫഹാനിൽ പതിച്ച ഓരോ ബങ്കർ ബസ്റ്റർ ബോംബും മധ്യേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ മുറിവ് തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ ആണവമോഹങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് മറ്റൊരു മഹായുദ്ധത്തിന്റെ വിത്തുപാകുകയാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഇതേസമയം ശത്രുരാജ്യങ്ങളായ അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ ഇറാനിലെ ചിത്രങ്ങളോ വീഡിയോയോ അയക്കുന്നത് വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്ന് ഇറാൻ ഭരണകൂടം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ചെയ്താൽ എല്ലാ സ്വത്തുക്കളും കണ്ടുകെട്ടി വധശിക്ഷയ്ക്ക് വിധേയരാക്കാനാണ് ഇറാൻ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. ആക്രമണം നടന്ന സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുമ്പോൾ തങ്ങൾ ലക്ഷ്യമിട്ട ഇടം കൃത്യമാണെന്ന് ശത്രു തിരിച്ചറിയും. അത്തരം വിവരങ്ങൾ നൽകുന്നത് ശത്രുവുമായി സഹകരിക്കുന്നതിന് തുല്യമാണെന്ന് അധികൃതർ പറഞ്ഞു. അമേരിക്കയ്ക്കും ഇസ്രയേലിനും വിവരങ്ങൾ കൈമാറുന്നതായി ആരോപിച്ച് 2 പേരെ ഇറാൻ അധികൃതർ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റു 2 പേരുടെ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു. ലോകം ഇപ്പോൾ എന്തായാലും ഒരു മുൾമുനയിൽ തന്നെയാണ് നിൽക്കുന്നത്. യുദ്ധം ഒന്നുമൊന്നുമാകാതെ നിൽക്കുന്നു. അമേരിക്കയാണെങ്കിൽ കൂടുതൽ പ്രകോപന നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കിക്കാണാം. മലയാളി വാർത്ത ഇൻസൈഡ്.